ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിക്ക് കൈ പാടില്ല എന്ന് പറഞ്ഞ് കരയുന്നത് കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട് എത്രയും വേഗം മോള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടേ ആക്കടേ എന്ന് പറയുമ്പോഴത്തേക്കും അച്ഛനെങ്ങോട്ടും അച്ഛനോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി കൂട്ടിക്കൊണ്ട് പോവാണ്. ആ ഒരു സമയത്ത് അച്ഛമ്മ പറയുന്നുണ്ട്, നീ അച്ഛനെ മാറ്റി നിർത്തുമെന്നും പറയുന്നു വേണ്ട, ഇതല്ലേ ഇവരുടെ കള്ളത്തരമാണെന്ന് എനിക്ക് മനസ്സിലായി, ഇവർക്ക് ചോറ് വാരി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ എന്ന് അച്ഛമ്മ പറയുന്നുണ്ട്. വേഗത്തിന് രവി നേരാണ് മോളെ എന്ന് ചോദിച്ചുകൊണ്ട് രേവതിനെ നോക്കാണ്ട്, രേവതിയാണെങ്കിലോ ഒരു കള്ളത്തരത്തോടു കൂടി തന്നെ തലയാട്ടുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം രവി പറയണം, ഇനിയിപ്പോൾ അച്ഛമ്മയും മോളും കൂടി ഇവിടെ നിൽക്കട്ടെ, വാട സച്ചി നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് അച്ഛമ്മ പറയുന്നത്, നീ എന്നെ കബളിപ്പിക്കാൻ ശ്രമിച്ചല്ലോ, അതുകൊണ്ട് തന്നെ അതിൻ്റെ ശിക്ഷയായിട്ട് ഈ ഒരു ചോറ് മുഴുവൻ നീ തിരിച്ചിട്ടേ നിന്നെ ഞാൻ വിടുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ കാണിക്കുന്ന വർഷയാണ് എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ ശ്രീകാന്ത് ചോദിക്കുകയാണ്, എന്ത് പറ്റിയ വർഷ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ശ്രുതി ചേച്ചി പറഞ്ഞ കാര്യം ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്ന് വർഷ പറയുന്നുണ്ട്. അവരുടെ സ്വഭാവം നിനക്ക് അറിയാൻ പാടില്ല, പിന്നെ നീ ഇപ്പം ഇങ്ങനെ പ്രത്യേകിച്ച് അതേക്കുറിച്ച് ചിന്തിക്കുന്ന അവർ കാണിക്കുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് ചോദിക്കുന്ന നേരത്ത്, അത് ശരിയാ, നിനക്ക് നിന്റെ കുടുംബം തന്നെയാണല്ലോ വലുത് എന്ന് നമ്മുടെ വർഷ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അതേ വർഷ, അതാണെങ്കിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്താണ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ മാറി താമസിക്കാൻ പാടില്ല, പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും ഏട്ടന്മാരെ എല്ലാവരെയും തന്നെ വേണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, ഈ ഒരു കുടുംബത്തിൻ്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത് എന്നൊക്കെ ശ്രീകാന്ത് പറയുമ്പോഴത്തേക്കും, നിന്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത് എന്നൊക്കെ ഇങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് അച്ഛമ്മ ഇവർ തമ്മിലുള്ള സംസാരം മാറി എന്ന് കേൾക്കുന്നത്. പെട്ടെന്ന് തന്നെ വർഷ ശ്രീകാന്തിനോട് പറയുന്നത്, ശ്രീകാന്ത് എനിക്ക് രേവതി ചേച്ചിയെ നോക്കണമെന്ന് ശുശ്രൂഷിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ജോലി എനിക്ക് അത് അനുവദിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശ്രീകാന്തും പറയാട്ടെ, എനിക്കും ആഗ്രഹമുണ്ട് സച്ചേൻ്റെ കൂടെ നിൽക്കണമെന്ന്, പക്ഷേ തിരക്കാണ് റെസ്റ്റോറൻറ്റിൽ എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം വർഷ പറയുന്നത്, നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ രേവതി ചേച്ചി ചെയ്തു തന്നിട്ടുള്ളത്, പക്ഷേ രേവതി ചേച്ചിക്ക് ഒരു നിമിഷം പോലും മാറ്റി വയ്ക്കാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ ശ്രീകാന്ത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, മനഃപൂർവ്വം ചെയ്യുന്നല്ല, നീ ഒരു കാര്യം നാളത്തേക്ക് ലീവ് കിട്ടുമോ എന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും, ഞാൻ ചോദിച്ചതാണ് ശ്രീകാന്ത്, പക്ഷേ അത്യാവശ്യമായിട്ട് 3-5 സീരിയലിൻ്റെ ഡബ്ബിങ് തീർക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ അവർ ലീവ് തരില്ല എന്നാണ് പറഞ്ഞതെന്ന് വർഷ പറയാണ് കേട്ടോ. കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ രാത്രി ഞാൻ ദേവതിച്ചിട്ട് കൂടെ കുറച്ചു നേരം കൂട്ടിരിക്കാന്ന് വെച്ചിട്ട് സച്ചേൻ്റെ കാര്യം, സച്ചേന് അവിടെ നിന്ന് മാറാനും നേരമില്ല, ഇങ്ങനെ സ്നേഹമുള്ള ഒരു ഭർത്താവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷ ശ്രീകാന്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അച്ഛമ്മ ചിന്തിക്കുകയാണ്, എൻ്റെ ഇളയ കൊച്ചുമോനും മരുമോളും വലിയ കുഴപ്പമില്ലാത്തവരാണ്, അവർക്ക് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷവും വർഷ ശ്രീകാന്തും സച്ചിയുടെ രേവതിയുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന ശ്രുതിയുമാണ്. ശ്രുതി പറയുന്നത്, നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അച്ഛമ്മയ്ക്ക് പിടിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും, അവരൊക്കെ പണ്ടത്തെ ആൾക്കാരെ, പണ്ട് ഇതുപോലെ ഒരുപാട് ഹോട്ടലൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ സാധിച്ചത്, പക്ഷേ ഇപ്പം മുട്ടിന് റെസ്റ്റോറൻറ്റുകളെല്ലാം തന്നെ വന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, എന്നാലും വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ് നല്ലത് എന്ന് ശ്രുതി പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലായി, എന്നെ അടുക്കളയിൽ കയറ്റിയിട്ട് നിനക്ക് ഭക്ഷണം ഉണ്ടാക്കല്ല, അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ശ്രുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛമ്മ അങ്ങോട്ട് വരും. അച്ഛമ്മ ഇവരുടെ സംസാരം അപ്പം മാറുമെന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നുണ്ട്, നാളെ വ്യാപാരി വ്യവസായികളുടെ സമ്മേളനമാണ് കൊച്ചിയിൽ വെച്ച് നടക്കുന്നത്, അതുകൊണ്ട് തന്നെ നാളെ നമുക്ക് ഷോപ്പില്ല എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും, പാർലറിലാണ് തിരക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഷോറൂമിലേക്ക് വരുന്നത്, ഇനി ഷോറൂമുകൾ നാളെ ഇല്ല എന്നാണ് ഇവിടെ നിൽക്കേണ്ടി വരുമെന്നൊക്കെ ശ്രുതി പറയുന്ന നേരത്ത്, അത് നല്ലതല്ലേ ശ്രുതി, നമുക്ക് ഇവിടെ കടന്നുറങ്ങിയും സംസാരിച്ചൊക്കെ വെറുതെ സമയം കളയാലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, അച്ഛമ്മയുള്ള സമയത്ത് ശ്രുതിയുടെ അച്ഛമ്മയെ അത്ര നന്നായിട്ട് അറിയില്ലെങ്കിൽ ഈ കുറച്ച് നാൾ കൊണ്ട് ഞാൻ അച്ഛമ്മയെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്കറിയാം അച്ഛമ്മയുടെ സ്വഭാവം ഇല്ലാതെ, ഞാനവിടെ നിന്ന് കഴിഞ്ഞാൽ അച്ഛമ്മ എന്നെക്കൊണ്ട് വീട്ടിലെല്ലാം എല്ലാ പണികളും ചെയ്യിപ്പിക്കും, മാത്രമല്ല രേവതിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കേണ്ടി വരും, എനിക്ക് രോഗികളെ നോക്കുന്നൊന്നും തീരെ ഇഷ്ടമല്ല ശ്രുതി എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നുണ്ട്, അതിന് നീ വേറെ ഒന്നും ചെയ്യുന്നില്ല, അച്ഛമ്മ അടുക്കളയിൽ കയറുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സഹായിക്കുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് നിന്നാൽ മതി, അത് മതി അച്ഛമ്മയ്ക്ക് അത് വളരെയധികം സന്തോഷമാണ്. ഇന്ന് കണ്ടില്ല അച്ഛനും അച്ഛമ്മയും കൂടി അടുക്കളയിൽ കയറി ജോലി ചെയ്തിട്ട് അച്ഛൻ അവിടെ ഇവിടെയൊക്കെ തൊട്ടും പിടിച്ച് നിന്നിട്ടുണ്ടാവും, അച്ഛമ്മയായിരിക്കും ഫുഡൊക്കെ ഉണ്ടാക്കിയത്, എന്തൊരു മണമായിരുന്നു ഫുഡിന് എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. എന്തായാലും ശ്രുതി എന്നെ കൊണ്ട് പറ്റുകയില്ല അടുക്കളയിൽ കയറി ജോലി ചെയ്യാൻ, നമുക്കൊരു കാര്യം ചെയ്യാൻ, നാളെ എന്തായാലും ഷോറൂമിൽ പോണ പോലെ തന്നെ കാലത്തിറങ്ങാം, എന്നിട്ട് നമുക്ക് സിനിമയും കണ്ട് പാർക്കിലൊക്കെ പോയി ഒന്ന് അടിച്ചു പൊളിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് തിരികെ വരാമെന്നൊക്കെ ശ്രുതി പറയുമ്പോഴത്തേക്കും അത് നല്ലൊരു പദ്ധതിയാണെന്ന് ശ്രുതിക്കും തോന്നുവാണ് കേട്ടോ. അങ്ങനെ ഇവർ സംസാരിക്കുന്ന അച്ഛൻ മാറിന്ന് കേൾക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, എന്തായാലും ഇളയ 2 മരുമക്കളെ പോലെ അല്ലേ, ഇവള് കുറച്ച് വിഷമുള്ള കൂട്ടത്തിൽ പെട്ടതാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് അവിടെ നിന്ന് പോവാൻ കേട്ടോ. അതിനുശേഷം അച്ഛമ്മ വളരെയധികം ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് രവി അങ്ങോട്ടേക്ക് വരുന്നത്. രവി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, 3 മരുമക്കളുടെ സ്വഭാവം 3 രീതിക്കാണ്, നമ്മൾ 3 പേരെ വേർതിരിച്ച് കാണാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും
സ്വഭാവം കൊണ്ടും ഗുണം കൊണ്ടും രേവതിയാണ് ഏറ്റവും നല്ല മരുമോള്, അവളെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് അച്ഛമ്മ പറയുമ്പോഴത്തേക്കും അത് ശരിയാണെന്ന് രവിയെ സമ്മതിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അച്ഛമ്മ പറയുകയാണ്, അക്ഷയെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അവൾക്ക് രേവതിയോട് ഒരുപാട് സ്നേഹമുണ്ട്, രേവതിനെ സഹായിക്കണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ ശ്രുതി അങ്ങനെയല്ല, അവൾ ചന്ദ്രയ്ക്ക് പറ്റിയ മരുമകൾ തന്നെയാണ്, ചന്ദ്ര കണ്ടുപിടിച്ചുകൊണ്ടായിരിക്കാമെന്ന് അച്ഛമ്മ പറയാൻ നേരത്തെ എന്ത് പറ്റിയ അമ്മയെന്ന് രവി ചോദിക്കുന്നുണ്ട്. അപ്പൊ ശ്രുതി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അച്ഛമ്മ രവിയോടായിട്ട് പറയട്ടെ. ഈ ഒരു സമയത്ത് രവി പറയുന്ന, ഓഹോ അവരിങ്ങനെയാണല്ലേ കണക്ക് കൂട്ടിയിരിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ രേവതി ചെയ്തു കൊടുത്തിരിക്കുന്നു, എന്നിട്ട് ഒരു ദിവസം പോലും രേവതിയെ നോക്കാനായിട്ട് ശ്രുതിക്ക് പറ്റില്ലല്ലേ, പിന്നെ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം അടുക്കളയിലേക്ക് ഒന്ന് കയറ് പോലും ചെയ്തിട്ടില്ല ശ്രുതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതിലെല്ലാം വളം വെച്ച് കൊടുക്കുന്ന ചന്ദ്രല്ല, അവക്കട്ടാണ് ആദ്യം കൊടുക്കേണ്ടത്. എന്തായാലും നാളെ നേരം വെളുക്കട്ടെ, നാളെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ ജോലികളും ശ്രുതി തന്നെയായിരിക്കും ഈ വീട്ടിൽ ചെയ്യാൻ പോകുന്നത്, അവൾ പുറത്തും പോകുന്നില്ല എങ്ങും പോകുന്നില്ല എന്ന് അച്ഛമ്മ പറയുമ്പോഴത്തേക്കും അച്ഛമ്മയെ നോക്കി പുഞ്ചിരിക്കാണ്ട് രവി. പിന്നീട് നേരം പുലരുന്ന സമയത്തിന് അച്ഛമ്മ ശ്രുതിനെ പോയി വിളിക്കുകയാണ്. 2-3 വിളി വിളിച്ചിട്ട് ശ്രുതി എഴുന്നേക്കുന്നില്ല. ആ ഒരു സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ബ്യൂട്ടി പാർലർ നിന്റെയൊക്കെ ഇങ്ങനത്തെ ത്രെഡിങ് കാരണമാണ് ആരും ഇങ്ങോട്ടേക്ക് വന്ന് കയറാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്നത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാണ്. പെട്ടെന്ന് അച്ഛമ്മ ശ്രുതി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നീ പോടി എന്ന് നമ്മുടെ ശ്രുതി സ്വപ്നത്തിൽ പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അച്ഛമ്മക്ക് ദേഷ്യം വരാണ്ട് അച്ഛമ്മ പറയുന്നത്, ശ്രുതി എഴുന്നേക്ക് എന്ന് ഉറക്കെ പറയുമ്പോഴത്തേക്കും ചാടി പിടിച്ച് അച്ഛമ്മയെങ്കിലും കണ്ടുകൊണ്ട് ശ്രുതി ഞെട്ടി എഴുന്നേക്കാട്ടെ. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഇത് അച്ഛമ്മയാണ്, നീ ഇതിന് അച്ഛമ്മയെ കണ്ട് ഇങ്ങനെ പേടിച്ചത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അച്ഛമ്മ പറയാറുണ്ട്, കിഴക്ക് വെട്ടം വീഴുമ്പോൾ തന്നെ പെൺകുട്ടികളെ എഴുന്നേക്കണമെന്നാണ് പറയുന്നത്, നീ എന്തൊരു ഉറക്കമാണ് ഇത് എന്ന് പറയുമ്പോഴത്തെ അച്ഛമ്മ നേരം വിളക്കട്ടെ, എനിക്ക് ഉറക്കം മതിയായില്ല എന്ന് ശ്രുതി പറയുന്നുണ്ടെങ്കിലും അച്ഛമ്മ പറയണം അതൊന്നും പറ്റുകയില്ല, രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അടുക്കളയിൽ കയറി, മാത്രമല്ല കോലം വരയ്ക്കേണ്ടത് നീയാണ് ഇന്ന് എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ഛമ്മേനോട് കുളിക്കാൻ പറയുന്നെങ്കിൽ എനിക്ക് കോലം വരയ്ക്കാനൊന്നും അറിയില്ല എന്ന് ശ്രുതി പറയുന്നുണ്ട്. അത് കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ വരച്ച് വേണം കോലം വരച്ച് പഠിക്കേണ്ട, ഒരു കാര്യം ചെയ്യുക, ഇനി എന്നും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കോലം വരയ്ക്കേണ്ട ചുമതല നിന്റേതാണെന്ന് അച്ഛമ്മ പറയുമ്പോഴത്തേക്കും ശ്രുതി ഞെട്ട് കണ്ടിട്ട് ശ്രുതി പറയുന്നുണ്ട്, അച്ഛമ്മ എന്നെ കൊണ്ടൊന്നും പറ്റുകയല്ലേ, വേണ്ടി ശ്രുതി കോലം വരയ്ക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ശ്രുതി കൂർക്കം വലിച്ചുറങ്ങാണ്ട്. ആ ഒരു സമയത്ത് അച്ഛമ്മ പറയുന്നുണ്ട്, ശ്രുതിനെ ഒന്നും വിളിക്കൊന്നും വേണ്ട, നീയാണ് ഈ വീട്ടിലെ ഏറ്റവും മൂത്ത മരുമകൾ, അതുകൊണ്ട് തന്നെ നീ വേണം കോലം വരയ്ക്കുക, അതിനുശേഷം വേണം അടുക്കളയിൽ കയറിയിട്ട് എൻ്റെ കൂടെ പാചകം ചെയ്യാനൊക്കെ അച്ഛമ്മ പറയുമ്പോഴത്തേക്കും പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.